ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വിചാരിക്കാത്തവർ വളരെ കുറവാണ്. നാളെ തൊട്ട് ഞാൻ പഠിക്കും, അടുത്ത എക്സാമിന് ഞാൻ എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിക്കും, ക്രിസ്മസ് എക്സാമിന് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്നെ വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് നമ്മൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നിർത്തുമല്ലേ. എങ്ങനെയാണ് നിർത്തുന്നത് അതറിയില്ല. എങ്ങനെയോ അതങ്ങ് നിർത്തി ബാക്കി നമ്മൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആ വഴിക്ക് അങ്ങ് പോകും അല്ലേ. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഈ കൺഫ്യൂഷനൊക്കെയുള്ള ഉത്തരമായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ പഠിക്കാനിരിക്കേണ്ടത്, ആൻഡ് പഠിക്കാനിരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമല്ല, വീഡിയോയുടെ അവസാനം ഒരു ഉഗ്രൻ സ്റ്റഡി പ്ലാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ, വീഡിയോ അവസാനം വരെ കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫൈൻഡ് യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് ഫുൾ മാർക്കാണോ? നിങ്ങൾക്ക് വേണ്ടത് ഒരു 95% മാർക്കോട് കൂടി നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് സർവീസിൽ എനിക്ക് കയറണം എന്നാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ആ ഗോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ബോധം കൂടെ നമുക്ക് വേണ്ട. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ ഫൈൻഡ് യുവർ ഗോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ നോട്ടീസ് ബോർഡ് പോലെ എങ്ങനെ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ അത് പേസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡയറി ഉണ്ടെങ്കിൽ ആ ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ആ ഗോളിന് വേണ്ടിയിട്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാവ് എ ഡെഡിക്കേറ്റഡ് സ്റ്റഡി സ്പോട്ട്. നിങ്ങൾക്കൊരു സ്റ്റഡി സ്പോട്ട് ആവശ്യമാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ഥലം, അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റൂമിലാവാം, ഹാളിലാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു കോർണറിലാവാം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്. റൂം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഹാളിലായാലും നിങ്ങൾക്ക് കാമായിട്ടൊരു സ്റ്റഡി സ്പോട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. സോ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നിങ്ങളുടെ സ്റ്റഡി സ്പോട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുക. ആൻഡ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് ആ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സ്ഥലമാണ്, അവിടെ നമ്മൾ എന്തായാലും ഇരുന്ന് പഠിച്ചേ പറ്റും. സോ ആ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറും. സോ അങ്ങനെ ഒരു സ്റ്റഡി സ്പോട്ട് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റഡി സ്പോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് യുവർ ലൈബ്രറീസ്. കോളേജിലായാലും സ്കൂളിലായാലും നിങ്ങളുടെ ലൈബ്രറീസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുന്നത്ര കാം ആൻഡ് വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ലൈബ്രറിയിൽ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാനുള്ള ആ ഒരു ചാൻസ് ഭയങ്കര കുറവാണ് വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും. സോ നിങ്ങൾക്ക് വീട്ടിലൊരു സ്റ്റഡി സ്പോട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ ഒരു 1 hour ഇരുന്ന് പഠിക്കുക, ബാക്കി വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യുക. അല്ലാതെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് ട്രൈ ടു സ്റ്റഡി. ഒരു സ്ഥലം കണ്ടുപിടിച്ച് വീട്ടിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക, പക്ഷേ കൂടുതൽ സമയവും നിങ്ങൾക്ക് ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓർഗനൈസ് യുവർ എസെൻഷ്യൽസ്. നമ്മളൊരു സ്റ്റഡി സ്പോട്ട് കണ്ടുപിടിച്ചു, അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. ഇനി എന്താണ്, നമുക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓർഗനൈസ് യുവർ എസെൻഷ്യൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട ബുക്സ്, നമ്മൾ ഷോർട്ട് നോട്ട് എഴുതുന്ന പെന്നും പേപ്പറും, നമുക്ക് വേണ്ട പെൻ സ്റ്റാൻഡ്, നമ്മുടെ വേറെ കാൽക്കുലേറ്റർ, ഇങ്ക്, ഫെവിക്കോൾ, അങ്ങനെയുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റഡി സ്പോട്ടിൽ തന്നെ വ്യക്തമായി കൃത്യമായി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അത്രയും ഈസി ആയിട്ട് സമയം കളയാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റണം. ആ രീതിക്ക് വേണം നിങ്ങളുടെ സ്റ്റഡി ഏരിയ നിങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ എസെൻഷ്യൽസ് ആ സ്റ്റഡി ഏരിയയിൽ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സ്റ്റഡി ജേർണി, മേക്ക് എ സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ അത്യാവശ്യമാണ്. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സിലബസ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് ആ ഗോളിന് വേണ്ടിയിട്ടുള്ള സിലബസ് നമ്മൾ എടുത്തു വയ്ക്കുമല്ലോ. നമ്മുടെ ഏത് എക്സാമാണോ ആ എക്സാമിൻ്റെ സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എഴുതി സൂക്ഷിക്കുക. ആൻഡ് സിലബസ് എടുത്തതിന് ശേഷം ആ സിലബസ് അനുസരിച്ച് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ. നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം, എത്ര ടോപ്പിക്സ് കവർ ചെയ്യണം, ഒരു ദിവസം എത്ര സബ്ജക്റ്റ് കവർ ചെയ്യണം എന്നുള്ള കാര്യമല്ല, നിങ്ങൾ വൈസ്ലി നന്നായിട്ട് ആ സിലബസ് കമ്പയർ ചെയ്തുകൊണ്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആൻഡ് സ്റ്റഡി പ്ലാൻ ഒരിക്കലും നിങ്ങളെ
ഓവർ ടെൻസ്ഡ് ആക്കുന്നതാവരുത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ഇന്ന് 8 മണിക്കൂർ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയ ടോപ്പിക്സ് ഒക്കെ എടുത്ത് സ്റ്റഡി പ്ലാനിലിട്ട് തീർന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് നെഗറ്റീവ് അടിച്ച അവസാനം ആ സ്റ്റഡി പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തരുത്. സോ സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ വേണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ഡിവൈഡ് മൊഡ്യൂൾസ് ഇൻറ്റു സ്മോൾ പാർട്സ്. നമുക്കുള്ള മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ എനിക്ക് 3 സബ് ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത്. ആ 3 സബ് ടോപ്പിക്സിനെ ഞാൻ 6 ആക്കുക ഓർ 9 ആക്കുക. ആ 9 സബ് ടോപ്പിക്സ് ആയിട്ട് മാറ്റിയതിന് ശേഷം അത് പഠിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് നമുക്ക് കുറച്ചുകൂടെ ഈസി ആവുകയാണ്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഈസി ആവുകയും ചെയ്യും. നമുക്ക് ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ്, ഒരു പ്രോത്സാഹനം കൂടെ തരും. ഓക്കെ, ഞാൻ ആ മൊത്തം 9 ഉള്ളൂ, അതിന് ഞാൻ 3 പഠിച്ചു, ഓക്കെ ബാക്കി ഒരു 6 കൂടെ പഠിച്ചു, ദാറ്റ് മൊഡ്യൂൾ വിൽ ബി ഓവർ സൂൺ എന്നൊരു ബോധം നമുക്ക് വരികയും നമ്മൾ വേഗം തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. വേഗം പഠിച്ച് തീർക്കുന്നതിനപ്പുറം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ടെക്നിക്കാണ് ഈ ഡിവൈഡ് മൊഡ്യൂൾസ് ഇൻറ്റു സ്മോൾ പാർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചെയ്തു പോകേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഇസ് റിമൂവ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. അതായത് നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഇപ്പോൾ നോട്ട്സ് എന്താണ്, മെജോറിറ്റി മൊബൈലിലാണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ്, ടാബിലാണ് നമ്മുടെ നോട്ട്സൊക്കെ വരിക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടേൺ ഓഫ് ദ നോട്ടിഫിക്കേഷൻസ്. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കുക. നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫാക്കി ഫോക്കസ് മോഡിലൊക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നോട്ട്സ് മൊബൈലിൽ നോക്കി പഠിക്കുമ്പോഴത്തേക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് ഇരുന്നാൽ നമ്മുടെ സമയം പോകുന്നല്ലാണ്ട് വേറെ ഒരു ഉപയോഗവും ഇല്ല. സോ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നെക്സ്റ്റ് ഇസ് സിറ്റ് സ്ട്രെയിറ്റ് ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട്. സിറ്റ് സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്, നമ്മൾ ഇരുന്നിട്ട് പഠിക്കാൻ നോക്കുക. നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരുന്ന് പഠിക്കുക. കട്ടിലിൽ കിടന്ന് പഠിച്ചാൽ എന്താണ്, കിടന്ന് അവസാനം നമ്മൾ ഉറങ്ങും, വേഗം ഉറക്കം വരും. സോ അത് കട്ടിൽ എന്താണ്, നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടാണല്ലേ. സോ ബെഡിൽ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി എന്താണ്, നമ്മൾ ആ ഒരു സ്ലീപ്പ് മോഡിലോട്ട് നമ്മൾ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇരുന്ന് പഠിക്കുക. കട്ടിൽ നിന്ന് മാറിയിട്ട് ടേബിളിൽ ചെയറിലോ അല്ലെങ്കിൽ ജസ്റ്റ് തറയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുന്ന് പഠിക്കുക. ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട്. ഈ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സിംപ്ലി 2 വേർഡാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര കഠിനമാണെന്ന് നമുക്ക് പറയാം. കാരണം ഒന്ന് തുടങ്ങി കിട്ടാനാണ് നമുക്ക് പാട്. നമ്മളൊന്ന് ഇരുന്ന് പഠിച്ച് തുടങ്ങിയാൽ നമ്മൾ കുറച്ച് നേരം അങ്ങ് ഇരുന്ന് പഠിക്കും. പക്ഷെ ചെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ പഠിക്കണം, അല്ലെങ്കിൽ വേണ്ട 6 മണിയാവട്ടെ. 6 മണി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം, 7 മണിയാവട്ടെ. ആ ഒരു തുടക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര അധികമാണ്. സോ എന്ത് ചെയ്യുക, സിറ്റ് സ്ട്രെയിറ്റ്, നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് ഇരിക്കുക. ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട്, പഠിച്ച് തുടങ്ങുക. നെക്സ്റ്റ് ഇസ് ഫോളോ പോമോഡോറോ ടെക്നിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഈ 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ എന്തായാലും എക്സോസ്റ്റഡ് ആവും. സോ എന്ത് ചെയ്യുക, ചെറിയ സമയത്ത് പഠിക്കുക. അതായത് ഒരു 50 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരു 40 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെയുള്ള ചെറിയ സ്മോൾ ക്രഞ്ചസ് ഓഫ് ടൈമിൽ പഠിക്കുക. അതിനനുസരിച്ച് ബ്രേക്കും എടുക്കുക. ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ ബ്രേക്ക് എടുക്കുന്നതിനർത്ഥം ഓക്കെ നമ്മൾ പഠിക്കാൻ മടിയാണ് എന്നുള്ളതൊന്നുമല്ല. പഠിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലത്. അതായത് നമ്മുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ആവാനും നമ്മളൊന്ന് റിഫ്രഷ് ആവാനും വളരെ നല്ലതാണ്. ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഒന്ന് എണീക്കുക. അധികം നേരം ഇരിക്കുന്നതും നല്ലതല്ല. സോ ഒന്ന് എണീക്കുക, ഒന്ന് നടക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്നാക്സ് കഴിക്കുക, ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഈ ബ്രേക്കിൽ ചെയ്യാൻ. സ്ട്രെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാമും സ്നാപ്പും ഒക്കെ എടുക്കാൻ പോയാൽ നമ്മൾ അതിൽ തന്നെ ഇരുന്ന് പോകും. സോ കഴിവതും അതെടുക്കാണ്ട് നമ്മുടെ അല്ലാതെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക ബ്രേക്ക് ടൈമിൽ. എന്നിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് വരിക. മേക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുടെ ഷോർട്ട് സമ്മറീസും ഇക്വേഷൻസും അല്ലെങ്കിൽ കോൺസെപ്റ്റും ഒക്കെ എഴുതി വേറൊരു പേപ്പറിലോ നോട്ടിലോ കീപ്പ് ചെയ്യുക. ഇത് നിങ്ങളെ റിവിഷൻ ടൈമിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എക്സാം ടൈമിൽ നമ്മൾ വളരെ വലിയ ടെക്സ്റ്റും നോട്ടും ഒക്കെ എടുത്ത് വായിക്കാനിരുന്നാൽ അത് നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആണല്ലേ. സോ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഷോർട്ട് നോട്ട്സ് നമുക്ക് വേഗം തന്നെ റിവൈസ് ചെയ്യാനും കാര്യങ്ങൾ വേഗം മെമ്മറൈസ് ചെയ്യാനും ഓർമ്മ വരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് കൂടെ നിങ്ങൾ കൂടെ തന്നെ കീപ്പ് ചെയ്ത് പോവുക.
ഇമ്പോർട്ടൻറ്റ്, വർക്ക് ഔട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് റിവൈസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം സിലബസ് പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സിലബസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണ്ടെത്തി വെക്കാവുന്നതാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഏത് നിങ്ങൾ എക്സാമിനോട് അടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ആ മോക്ക് ടെസ്റ്റിന് പകരം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അതായത് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണ് അതിനനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേഗം ടോപ്പിക്ക് മനസ്സിലാവാനും എക്സാം പാറ്റേൺ മനസ്സിലാവാനും നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്കത് വേഗം തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്യാനും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും ആൻഡ് എക്സാമിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും വളരെ എളുപ്പമാണ് അല്ലേ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം ആൻഡ് റിവൈസ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ വൺസ് ഇൻ എ വീക്ക് റിവൈസ് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് ഡേ തലേ ദിവസം പഠിച്ചത് അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ജസ്റ്റ് വെറുതെ എങ്കിലും നോക്കുകയെങ്കിലും ചെയ്യുക. അതും നിങ്ങളെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡോണ്ട് സ്കിപ്പ് ടഫ് സബ്ജക്ട്സ്, ഗീവ് സം മോർ ടൈം. നമുക്കിപ്പോൾ മാത്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, ഇതൊക്കെ നമ്മുടെ ടഫ് സബ്ജക്ട്സ് ആണല്ലേ. ഈ ടഫ് സബ്ജക്ട്സ് നമ്മൾ മിക്കവാറും എന്താ ചെയ്യുക, വേണ്ട ഇത് പാടാം, ഇതെടുത്താൽ എൻ്റെ മൂഡ് മൊത്തം പോവും, അതുകൊണ്ട് ഇന്ന് ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി വയ്ക്കാതെ അതിന് കുറച്ചുകൂടെ സമയം കൊടുത്ത് അതിന് കുറച്ചുകൂടെ സോഴ്സസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും പഠിച്ചിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അങ്ങനെ കുറച്ചധികം സമയമെടുത്ത് ആ സബ്ജക്റ്റ് പഠിച്ച് നമ്മുടെ വശത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡെയിലി പഠിക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യാൻ ഒരു അവസരം വന്നാൽ അത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ടഫ് സബ്ജക്റ്റ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, റിവാർഡ് യുവർ സെൽഫ്. നിങ്ങളിപ്പോൾ ഒരു 1 month സ്റ്റഡി ഷെഡ്യൂൾ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ വീക്കെൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഹെവി മീൽസ് നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് കഴിച്ച് ആസ്വദിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാമെന്നോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കഴിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ചെറിയ റിവാർഡ്സ് കൊടുത്ത് നിങ്ങൾ തന്നെ ഹാപ്പി ആയിട്ട് വയ്ക്കുക. ഇങ്ങനെ റിവാർഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു എൻകറേജ്മെൻറ്റ് കൂടും. നിങ്ങൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കും. ഓക്കെ, ഇത് പഠിച്ച് തീർന്നാൽ അത് കാണാമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവാർഡ് യുവർ സെൽഫ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ റിവാർഡ്സ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുക. ട്രൈ ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ടീച്ചിങ്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് പഠിച്ചു നോക്കിയാൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനും നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ നമ്മളൊരു ഗ്രൂപ്പിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതും നമ്മളെ അധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ ടോപ്പിക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാനും, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടാത്ത ടോപ്പിക്കാണെങ്കിൽ അത് നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആ ടോപ്പിക്കിൻ്റെ പല വശങ്ങളും പല കോൺസെപ്റ്റും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ടീച്ചിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പഠിപ്പിക്കാം. പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടോപ്പിക്ക് വളരെയധികം നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുകയും നമുക്കത് ഈസി ആയിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡോണ്ട് സിറ്റ് ഫോർ ലോങ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് നേരം അങ്ങ് ഇരിക്കരുത്. ഇടയ്ക്ക് അപ്പോൾ ആ പോമഡോറോ ടെക്നിക്കിൻ്റെയൊക്കെ വേറൊരു വശം കൂടെയാണ്. നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് എണീറ്റ് നടക്കാമെന്ന് സ്ട്രെച്ച് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വെക്കാം. സോ ഒരുപാട് നേരം ഒറ്റ ഇരിപ്പിൽ അങ്ങ് ഇരുന്ന് പഠിക്കരുത്. കുറച്ച് നേരം പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് നേരം എണീറ്റ് നടന്ന് പഠിക്കുക. അല്ലെങ്കിൽ വെറുതെ കുറച്ച് നേരം എണീറ്റ് നിൽക്കുക. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എണീറ്റ് ഒന്ന് നിൽക്കുക. ഹൈഡ്രേറ്റ്. വെള്ളം കുടിക്കേണ്ട ആവശ്യകത ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് അവിടെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണിത്, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് അത് കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു ബ്രേക്ക് ടൈമിലൊക്കെ കുടിക്കുക. മാക്സിമം 2 liters per day എന്നൊക്കെയാണ് ഈ സയൻറ്റിഫിക് റിസർച്ചേഴ്സൊക്കെ പറയുന്നത്. സോ വെള്ളം കുടിക്കുക, ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുക. വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ് ആവുകയും നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാനും പറ്റും. സ്ലീപ്പ് വെൽ ആൻഡ് ടേക്ക് പവർ നാപ്സ്. നന്നായിട്ട് ഉറങ്ങുക. ഒരു 6 to 7, 8 hours ഒക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനൊക്കെ നല്ല എഫക്റ്റീവായിട്ട് നടക്കുകയുള്ളൂ. സോ നന്നായിട്ട് ഉറങ്ങുക ആൻഡ് ടേക്ക് പവർ നാപ്സ്. ഉച്ചയ്ക്കൊക്കെ ഒരു പവർ നാപ്പ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഒരു 10-20 minutes ഒന്ന് കിടന്നുറങ്ങിയിട്ട് വീണ്ടും എണീറ്റിരുന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ സ്ലീപ്പ് വെൽ ആൻഡ് ടേക്ക് പവർ നാപ്സ്. Next is the most awaited session of this video, study plan. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്റ്റഡി പ്ലാനാണിത്. ആൻഡ് ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ
ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ഈ സ്റ്റഡി ടൈം ടേബിൾ ഞാൻ ഈ പറയുന്ന പ്ലാനിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നിങ്ങളുടേതായിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം. സ്റ്റഡി പ്ലാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ രാവിലെ ഒരു 5-5:30 ഇടയ്ക്ക് എണീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നമുക്ക് കുറച്ചധികം സമയം കിട്ടും. നമ്മളൊന്ന് കാമായിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഒരു 5-5:30 ഇടയ്ക്ക് എണീക്കാൻ ശ്രമിക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മോർണിംഗ് വർക്കൗട്ട് ചെയ്യാം. ഗെറ്റ് റെഡി. നിങ്ങൾക്ക് റെഡിയായി പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഒന്ന് സെറ്റിലാവാം. സെറ്റിലായതിനു ശേഷം 6 to 7 നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റഡി സെഷനാണ്. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ടഫ് സബ്ജക്ട്സ് പഠിക്കാം. ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ നല്ലതായിരിക്കും എന്നാണ്. അത് കഴിഞ്ഞ് 1 hour ബ്രേക്കാണ് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് 8:30 to 12:30 ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു 4 hours നിങ്ങളുടെ സെക്കൻഡ് സ്റ്റഡി സെഷനാണ്. ഈ ഒരു അവേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാണ്ട് ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ പൊമഡോറോ എത്ര ടൈമാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് ഈ ഒരു 4 മണിക്കൂർ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലഞ്ച് കഴിക്കാം. ലഞ്ചിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പവർ നാപ്പ് എടുക്കാം. 20 to 30 മിനിറ്റ്സ് പവർ നാപ്പ് എടുക്കാം. അതിനുശേഷം ഒരു 2 to 4 PM നിങ്ങളുടെ തേർഡ് സ്റ്റഡി സെഷനാണ്. ഈ സ്റ്റഡി സെഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുക. കാരണം നമുക്ക് എന്തായാലും ഉറക്കം വരും. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നാപ്പൊക്കെ എടുത്ത് ഫ്രഷ് ആയാൽ പോലും നമുക്ക് തിയറി സബ്ജക്ട്സ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഉറക്കം വരും. സോ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്ന സബ്ജക്റ്റ് എടുത്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് 4 to 5:30 നിങ്ങളുടെ അതിനകത്ത് ബ്രേക്കാണ്. ഈ സമയത്ത് നിങ്ങളുടെ ചായ കുടി അല്ലാതെയുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് 6 to 8 PM ആണ്. ഈ ഒരു ടൈമോടുകൂടി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിന്നർ കഴിക്കുക. ദെൻ 8:45 to 10:30 നിങ്ങൾക്ക് റിവിഷനും മോക്ക് ടെസ്റ്റിനും വേണ്ടി യൂസ് ചെയ്യാം. ഇനി നിങ്ങളിത് പ്ലാൻ ചെയ്ത പോലെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കാം. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കൊരു ഹോളിഡേയിലേക്ക് മാറ്റി വയ്ക്കാം. ഓർ എന്ത് ചെയ്യാം, പറ്റുന്നത്രയും പഠിച്ചിട്ട് പിറ്റേ ദിവസം റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്റ്റഡിയിൽ സാറ്റിസ്ഫൈഡ് ആണെന്നൊന്ന് മാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. So that's for today's session. Thanks for your attention and thanks for watching. So keep supporting us. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് അല്ലെങ്കിൽ കോണ്ടൻറ്റ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം ഓർ നിങ്ങൾക്ക് ഏത് വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ ഗൈസ്, ബൈ.